എപ്പോഴൊരു വാഹനത്തിൽ നമ്മൾ കയറിയാലും ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ബ്രേക്കാണ്. ഓക്കെ, ബ്രേക്ക് ചെയ്യും. യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കാല് ബ്രേക്ക് പെഡലിൽ വരുന്നത്. സെയിം ഇതേ പൊസിഷനിലാണ് ബ്രേക്ക് പെഡലിൽ കാല് വരുന്നത്. നമ്മൾ കാല് ഒരിക്കലും കയറ്റി ചവിട്ടാറില്ല. നമ്മൾ വിരലുകൾ ഏകദേശം ആ പെഡലിനോടൊപ്പം ആണ് നിൽക്കുന്നത്. ഓക്കെ, ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ കാല് ഉടനെ എവിടെ പോകണം? ആക്സിലേറ്റർ. അപ്പോൾ ആക്സിലേറ്ററിൽ നമ്മൾ കാലിങ്ങനെ തൊടാനേ പാടുള്ളൂ. മനസ്സിലായോ? ആക്സിലേറ്റർ കൊടുക്കുന്നത് അതിൻ്റെ ഒരു പോയിൻ്റ് മാത്രം കൊടുക്കും, മതി. കറക്റ്റ് പയ്യ. അപ്പോൾ നോക്കിയാൽ അറിയാത്ത രീതിയിലാണ് നമ്മളുടെ ആക്സിലേറ്റർ കൊടുത്തത്. അപ്പോൾ ആക്സിലേറ്റർ എത്ര താഴ്ന്നു എന്നറിയാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിൽ പ്രത്യേക പോയിൻ്റുകൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ പുറകിലോട്ട് പോകുന്ന കുട്ടികൾ, അതായത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റാത്ത കുട്ടികൾക്കുള്ള പ്രാക്ടീസിന് വേണ്ടിയാണ് ഇത്തരം എക്യുപ്മെൻറ്റ്സുകൾ ഒരുക്കിയിരിക്കുന്നത്. ചില കുട്ടികൾക്ക് ഇതിൻ്റെ ഒന്നും കാര്യമില്ല. ഓക്കെ, വീണ്ടും കാല് ബ്രേക്കിൽ വരട്ടെ. യെസ്, ബ്രേക്കിൽ വരും. ബ്രേക്ക് ചെയ്യണം. ബ്രേക്കിൽ കാല് വന്നാൽ പോരാ, ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ശരി, ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞു. കാല് ആക്സിലേറ്ററിൽ പോട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു പോയിൻ്റ് മാത്രം കൊടുത്തിട്ട് പിന്നെ വേഗതയെ ചവിട്ടി താഴ്ത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സിഡൻറ്റിനെ സംബന്ധിച്ച വീഡിയോ സെപ്പറേറ്റ് നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അതിലോട്ട് കടന്നു പോകുന്നില്ല. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലച്ചിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി പെട്ടെന്ന് ക്ലച്ച് ചവിട്ടും. യെസ്. അപ്പോൾ എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാലും സഡനായി ചവിട്ടണം. ചവിട്ടുന്ന ക്ലച്ച് താഴെ പ്ലാറ്റ്ഫോമിൽ പോയി തട്ടിയിരിക്കണം. അപ്പോൾ നമ്മൾ ക്ലച്ചിനെ റിലീസ് ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച് നിർത്തണം. ഹാഫ് ക്ലച്ച് മനസ്സിലാക്കാൻ വേണ്ടി 3 എന്നൊരക്കം ആ ഒരു സ്റ്റിക്കറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാ സ്റ്റിക്കറിലോട്ട് നോക്കി 3 എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ട് നിർത്തും ക്ലച്ച്. യെസ്, ആ 3 എന്നെഴുതിയിരിക്കുന്ന ആ ഒരു സാങ്കല്പിക നമ്പറാണ് ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച്. അപ്പോൾ നിർത്തിയിരിക്കുന്നൊരു വാഹനം മുൻപിലോട്ട് അനങ്ങി തുടങ്ങുന്നത് എവിടെ എത്തുമ്പോഴാണോ? ഇപ്പം നമ്മൾ പറയുന്നതനുസരിച്ച് 3 ചില വാഹനങ്ങൾ 2 ആയിരിക്കും, ചിലത് 4, 5. അപ്പോൾ ഓരോ വാഹനങ്ങളുടെയും ഈ മൂവിങ് പൊസിഷൻ അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിൻ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 3-ലാണ് കൊണ്ട് നിർത്തിയത് വണ്ടി മൂവ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്നു സ്പീഡ് കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ആ 3-നെ കാണാൻ പറ്റാത്ത രീതിയിൽ മാത്രം ഒരല്പം ചവിട്ടണം. അല്ല, മുഴുവനും അല്ല, 3-നെ കാണാൻ പറ്റാത്ത രീതിയിൽ ചവിട്ടും. അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു. സ്പീഡ് കുറയുന്നു എന്ന് പറയുമ്പം ആ 3-നെ കാണാൻ പറ്റുന്ന രീതിയിൽ വരെ ക്ലച്ചിനെ ഉയർത്തും. വെരി ഗുഡ്, കറക്റ്റ്. സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു, മതി. സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു. അപ്പോൾ സ്പീഡ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഹാഫ് ക്ലച്ചിൽ നിന്ന് നമ്മൾ ഒരു പോയിൻ്റ് ചവിട്ടുകയും സ്പീഡ് കുറയുന്നു എന്ന് പറയുമ്പോൾ ഒരു പോയിൻ്റ് ഉയർത്തുകയും വേണം. ഇതെല്ലാം നമ്മൾ ക്ലച്ചിൻ്റെ പകുതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഈ പകുതി നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ 3 എന്ന സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മറ്റൊരു ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിലാണ്. അതിൽ യഥാർത്ഥത്തിൽ കാർ ഓടിക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൈകൊണ്ടല്ല, കാലുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ടൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ റോഡിലെ വണ്ടി ഓടിക്കുമ്പോൾ എന്ത് കാര്യങ്ങളും റോഡിലോട്ട് നോക്കി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം എക്സസൈസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേഗത കുറഞ്ഞു പോകുന്ന വാഹനങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യണം. ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യും, സ്റ്റോപ്പ്. അപ്പോൾ എപ്പോഴും സ്റ്റോപ്പ് എന്ന് പറഞ്ഞാലും വേഗത കുറഞ്ഞാണ് പോകുന്നതെങ്കിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യണം. ചവിട്ടിയ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുകയും ചെയ്യരുത്. ഇനി പോകാമെന്ന് പറയുമ്പോൾ ബ്രേക്കിൽ നിന്ന് കാല് വിട്ട് ആക്സിലേറ്ററിൽ വച്ചു ക്ലച്ച് ഹാഫ് ക്ലച്ച് വരെ ഉയർത്തു. ഹാഫ് ക്ലച്ചിൽ കൊണ്ട് നിർത്തണം. ഹാഫ് ക്ലച്ചിൽ നിർത്തുകയും വണ്ടി മൂവ് ചെയ്യുന്നു സങ്കല്പിച്ചുകൊണ്ട് 3-ൽ നിന്ന് ഒരു പോയിൻ്റ് ചവിട്ടുകയും വേണം. ഇത് നമ്മൾ നിർബന്ധമായി ചെയ്യുക. അപ്പം നാളെ മുതൽ നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും വണ്ടി മൂവ് ചെയ്യുമ്പോഴും ഒരു പോയിൻ്റ് ക്ലച്ച് ചവിട്ടിയിട്ട് വേണം ക്ലച്ച് ഉയർത്തി ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വർദ്ധിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ചില കുട്ടികൾ സാർ ക്ലച്ച് നിന്ന് കാലെടുക്കുന്നത് സാവധാനത്തിലാണ്. സാവധാനത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 3 വരെ വേഗതയിലെടുക്കാം. ഹാഫ് ക്ലച്ച് നമ്മുടെ കാലിനെ പിടികിട്ടും. ആ ഹാഫ് ക്ലച്ച് വരെ വേഗതയിലെടുക്കാം. പക്ഷേ ഹാഫ് ക്ലച്ചിൽ വളരെ കെയറായി മാത്രമേ കാലെടുക്കാവൂ. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടും, 3 വരെ കൊണ്ടുവരും. സാധാരണ വേഗതയിൽ കണ്ട കറക്റ്റ് ആ 3-ലെത്തുമ്പോൾ കൊണ്ടുവച്ച് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് പയ്യെ റിലീസ് ചെയ്യും. സാവധാനം കണ്ട. ഇപ്പം ഹാഫ് ക്ലച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലച്ച് നീ കാലെടുക്കാം. ക്ലച്ച് ഒന്ന് കാലെടുത്ത് അങ്ങ് അത്രയും എടുത്ത് കളയരുത്. ഒന്നുകൂടെ ക്ലച്ച് ചവിട്ട്. പെട്ടെന്ന് ക്ലച്ചിൽ ഹാഫ് ക്ലച്ച് കൊണ്ടുവരും. ഹാഫ് ക്ലച്ച് എടുത്തിട്ട് 3-ലെത്തി. വണ്ടി മൂവ് ചെയ്യണം. അതിൻ്റെ അല്പം കൂടെ ക്ലച്ച് റിലീസ് ആവട്ടെ. അല്പം കൂടെ ആയിട്ട് കുറച്ചുകൂടെ വേഗതയിൽ പയ്യെ ക്ലച്ച് റിലീസ് ആവട്ടെ. ആ റിലീസ് ആവുന്നതനുസരിച്ച് ഏത് കൊടുത്തുകൊണ്ടിരിക്കണം? ആക്സിലേറ്റർ കൊടുക്കും. നന്നായിട്ട് കൊടുക്കും. നന്നായിട്ട് ആക്സിലേറ്റർ കൊടുക്കും. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കും. ക്ലച്ച് ചവിട്ടണം, ആക്സിലേറ്റർ കുറയ്ക്കും.
അപ്പോൾ ആക്സിലേറ്ററിൽ തന്നെ കാല് റെസ്റ്റ് ചെയ്യണം, കാലെടുത്തുകൊണ്ട് പോകരുത്. ഇപ്പോൾ നമ്മൾ ഗിയർ ഇടാൻ വേണ്ടിയാണ് നമ്മൾ ക്ലച്ച് ചവിട്ടിയത്. ഗിയർ ഇട്ട് കഴിഞ്ഞു, ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിൽ കൊണ്ടുവരും. ഹാഫ് ക്ലച്ച് വരെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് സാവധാനം ക്ലച്ച് ഉയരട്ടെ. ആ ഉയരുന്നതനുസരിച്ച് ആക്സിലേറ്റർ കൊടുക്കും. ആക്സിലേറ്റർ കൊടുക്കുകയും ക്ലച്ച് ഉയരുകയും ചെയ്യട്ടെ. ഉയരട്ടെ അത്രയേ ഉള്ളൂ. വീണ്ടും പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കും. യെസ്, നമ്മൾ ഗിയർ ഇട്ടു. വീണ്ടും ക്ലച്ച് ഹാഫ് ക്ലച്ച് വരെ ഉയരണം. ഹാഫ് ക്ലച്ചിൽ കൊണ്ട് ഹോൾഡ് ചെയ്യണം. അവിടെ നിന്ന് സാവധാനം എടുക്കുന്നതനുസരിച്ച് ആക്സിലേറ്റർ ചവിട്ടി സ്പീഡ് വരുത്തും. സ്പീഡ് വരട്ട് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കും. ഇനി സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇത് ഒരു സൂപ്പർ എക്സസൈസാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രേക്ക് വിട്ട് കാല് ആക്സിലേറ്ററിൽ വയ്ക്കൂ. കാല് ആക്സിലേറ്റർ വെച്ചേക്കാണ്. നമ്മൾ വണ്ടി നിൽക്കുന്ന ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കുഴിയോ അല്ലെങ്കിൽ ഒരു തൂണിൻ്റെ അങ്ങോട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വയ്ക്കൂ. ഇപ്പോൾ നമ്മൾ 1-ലോ 2-ലോ ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വെച്ചു. ഇനി പയ്യെ ക്ലച്ച് റിലീസ് ആവട്ടെ. 3-ൽ കൊണ്ട് നിർത്തൂ. യെസ്, 3-ലെത്തി. ഇവിടെ നിന്ന് വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ചിനെ ഒരു പോയിൻ്റ് ചവിട്ടൂ. ഇങ്ങനെ ഒരു പോയിൻ്റ് ചവിട്ടി ചിലപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കേണ്ട സന്ദർഭമാണെങ്കിൽ നമ്മൾ വിദേശം റൈറ്റോ ലെഫ്റ്റോ എങ്ങോട്ടെന്ന് കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിനെ നമ്മൾ തിരിക്കണം. വീണ്ടും സ്പീഡ് കുറയുന്നു, അല്പം ക്ലച്ച് ഉയർത്തു മതി, വീണ്ടും അല്പം ക്ലച്ച് ചവിട്ടു. ഇങ്ങനെ ആ ഹാഫ് ക്ലച്ചിൽ നിന്ന് ഒരു പോയിൻ്റ് മാത്രം ക്ലച്ച് ഉയർത്തിയും ചവിട്ടിയും വാഹനത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ കൺട്രോൾ ചെയ്യുകയും ഈ സമയമെല്ലാം ആക്സിലേറ്റർ 2-ലോ 3-ലോ ക്രമപ്പെടുത്തി വയ്ക്കുകയും അതുപോലെ ആവശ്യാനുസരണം സ്റ്റിയറിംഗ് തിരിക്കാനും തിരിച്ച് ലെവലാക്കാനും കഴിയുന്ന ഒരു കപ്പാസിറ്റി ഏത് കുട്ടിക്ക് കിട്ടുന്നോ അവർക്ക് മാത്രമേ സ്വന്തമായി കാർ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര ആക്സിലേറ്റർ കൊടുത്തു വെച്ചാലും ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൽ നിന്ന് ക്ലച്ച് ഉയരാതിരിക്കണം. ഈ ഹാഫ് ക്ലച്ചിൽ ചവിട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് ആവശ്യാനുസരണം ഒരു വണ്ടിയെ റോഡിൽ നിന്ന് ഇറക്കി നിർത്തുക, ഒരു വണ്ടിയെ റോഡിലോട്ട് കയറ്റുക, ഒരു കാർ ഷെഡിൽ കയറ്റുക, വണ്ടിയെ യൂട്ടേൺ ചെയ്യുക, കയറ്റം നിർത്തിയെടുക്കുക, ഇതിനെല്ലാം ആക്സിലേറ്റർ വിത്ത് ക്ലച്ച് കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ച് കൺട്രോളിൽ നിർത്തി ഒരു വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ യഥേഷ്ടം സ്റ്റിയറിംഗ് തിരിക്കാനും കഴിയുള്ളൂ. പകരം ആക്സിലേറ്റർ വെച്ച് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന കുട്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിടിയില്ല. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടാണ് ഇനി നമ്മൾ കാറിൻ്റെ മറ്റൊരു സിസ്റ്റത്തിലോട്ട് നമ്മൾ പ്രാക്ടീസുമായിട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു പ്രാക്ടീസിലോട്ട് പോവുകയാണ്. ഓക്കെ, വരും. അവിടെ ചെന്നിരിക്കണം. യെസ്, അപ്പോൾ അതിലും ഉണ്ട് ബ്രേക്ക്, ക്ലച്ച്. ഓക്കെ, ചെരുപ്പൂരിയിട്. അപ്പോൾ റോഡിലോട്ട് തന്നെ നോക്കണം. ഫസ്റ്റ് ബ്രേക്ക്, അത് കഴിഞ്ഞ് ക്ലച്ച്, ഒറ്റ ചവിട്ട്. കറക്റ്റ്, ക്ലച്ച് ചവിട്ടിയേ. ഇനി കാല് ആക്സിലേറ്ററിൽ വയ്ക്കൂ. ആക്സിലേറ്ററിൽ കാല് വെച്ചു. ഓക്കെ, ഇനി സാവധാനം ക്ലച്ച് റിലീസ് ആവട്ടെ. റിലീസ്. യെസ്, ഇതാണ് ഹാഫ് ക്ലച്ച് എങ്കിൽ ഇവിടെ ക്ലച്ച് നിൽക്കണം. ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നു, എന്ത് ചെയ്യണം? മതി, ഒരു പോയിൻ്റേജ് ഔട്ടാവും. സ്പീഡ് കുറയുന്നു, മതി. സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു, സ്റ്റോപ്പ്. ക്ലച്ച് ചവിട്ടി ബ്രേക്ക്, ക്ലച്ച് ചവിട്ടി ബ്രേക്ക്. അവിടെ മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ. ക്ലച്ച് ചവിട്ടിയിട്ട് എന്ത് ചെയ്യാവും? ബ്രേക്ക് ചെയ്യാവും. ഇനി വീണ്ടും കാല് ആക്സിലേറ്ററിൽ വയ്ക്കും. ക്ലച്ചിനെ കറക്റ്റ് ഹാഫ് ക്ലച്ച് കൊണ്ടുവരും. ഹാഫ് ക്ലച്ചിൽ കൊണ്ടുവച്ച് ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്തു സ്റ്റിയറിംഗ് നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിക്കൂ. യെസ്, തിരിയട്ടെ. അപ്പോൾ തിരിയട്ടെ, ഫുള്ള് തിരിയട്ടെ. അപ്പോൾ ക്ലച്ച് ഇങ്ങനെ ഹാഫ് ക്ലച്ച് തന്നെ വയ്ക്കണം. അപ്പോൾ വണ്ടി ചെറുതായിട്ട് മൂവ് ചെയ്യണം. ഇനി അതുപോലെ സ്റ്റിയറിങ്ങിനെ റൈറ്റിലോട്ട് തിരിച്ചു. ഇപ്പോൾ വണ്ടി ബോഡി ലെവലായി. ഇനി സ്റ്റിയറിംഗ് റിട്ടേൺ ചെയ്യൂ. യെസ്, കറക്റ്റ്. പിടിയില്ല. വീണ്ടും നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തും. സ്റ്റോപ്പ്. ക്ലച്ച് ചവിട്ടി ബ്രേക്ക്. വീണ്ടും കാല് ആക്സിലേറ്ററിൽ വയ്ക്കും. ആക്സിലേറ്റർ വെച്ചിട്ട് ക്ലച്ച് സാവധാനം റിലീസ് ആവട്ടെ. ഹാഫ് ക്ലച്ച് വരെ. ഹാഫ് ക്ലച്ചിൽ ഹോൾഡ് ചെയ്യണം. ഇവിടെ നമ്മൾ വണ്ടി ഒതുക്കി നിർത്തുന്നത് ശ്രദ്ധിച്ചോണം. സ്റ്റിയറിംഗ് ഫുള്ള് ലെഫ്റ്റ് തിരിക്കും. ലെഫ്റ്റ് തിരിച്ചു. വണ്ടി മാക്സിമം ലെഫ്റ്റ് സൈഡിലോട്ട് ചേർന്നതിന് ശേഷം അപ്പോൾ നമ്മൾ ക്ലച്ച് കൺട്രോൾ ചെയ്യണേ. ഒരു പോയിൻ്റ് ചവിട്ടുന്നു, ഒരു പോയിൻ്റ് എടുക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആക്സിലേറ്റർ ഒരുപോലെ കൊടുത്തു വച്ചിരിക്കുന്നു. ഇനി അതുപോലെ സ്റ്റിയറിംഗ് ഫുള്ള് റൈറ്റ് തിരിക്കും. അപ്പോൾ വണ്ടി വലത്തോട്ട് തിരിഞ്ഞ് വരികയാണ്. വണ്ടിയുടെ ബോഡി ലെവലായി. സ്റ്റിയറിംഗ് വീണ്ടും റിട്ടേൺ ചെയ്യും. 2 റൗണ്ട്. വെരി ഗുഡ്, കറക്റ്റ്. ഓക്കെ, അപ്പോൾ എവിടെ നമ്മൾ തിരിച്ചാലും സ്റ്റിയറിങ്ങിനെ തിരിക്കാൻ പറ്റുന്നൊരു എക്സസൈസ് നേടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള ആക്സിലേറ്റർ 1-ലോ 2-ലോ 3-ലോ ക്രമപ്പെടുത്തി വയ്ക്കാൻ കഴിയുക. ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു പോയിൻ്റ് ചവിട്ടിയും ഒരു പോയിൻ്റ് എടുത്തും സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. യഥേഷ്ടം ഇതുപോലെ സ്റ്റിയറിംഗ് എങ്ങോട്ടാണോ തിരിക്കേണ്ടത്
അങ്ങോട്ട് തിരിക്കാനും തിരിച്ച് വണ്ടിയെ ലെവൽ ചെയ്യാനും കഴിയുന്ന ഒരു കപ്പാസിറ്റിയുടെ ഏത് കുട്ടിയാവുന്നോ അവർക്ക് മാത്രമേ സ്വന്തമായി വണ്ടി ഓടിക്കാം. ഇതെല്ലാം നമ്മൾ ഇന്ന് ക്ലച്ച് തുടങ്ങിയ 3ാമത്തെ ദിവസം പഠിപ്പിച്ച എക്സസൈസാണ്. എല്ലാ കുട്ടികളെയും ഇതുപോലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്.